റിയാക്ഷൻ വിത്ത് ആൽഡിഹൈഡ്. ആൽഡിഹൈഡുമായിട്ട് അമീൻ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക? ആൽഡിഹൈഡ് നമുക്കറിയാം RCHO അല്ലേ, ഈ ഫോമാണ് ആൽഡിഹൈഡ്, CHO, RCHO. ഇതിന് നമ്മൾ പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യാം. പ്രൈമറി അമീൻ നമുക്ക് RNH2 എന്നെടുക്കാം. അതിന് ആൽഡിഹൈഡും പ്രൈമറി അമീനും റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് H2O മോളിക്യൂൾ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. H2O മോളിക്യൂൾ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ -H2O എന്ന് കാണിച്ചു. H2O മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടെ ആരുണ്ടാവുക? RCH ഡബിൾ ബോണ്ട് പിന്നെ NR ഡബിൾ ബോണ്ട് NR, RCH ഡബിൾ ബോണ്ട് NR. ഈ കോമ്പൗണ്ട് നമ്മൾ ഷിഫ്റ്റ്സ് ബേസ് എന്നാണ് വിളിക്കുക. ഇതിനെന്താ പറയുക? ഷിഫ്റ്റ്സ് ബേസ്. RCH ഡബിൾ ബോണ്ട് NR ആണ് ഷിഫ്റ്റ്സ് ബേസ് എന്ന പേരിൽ അറിയപ്പെടാം. അപ്പോൾ ആൽഡിഹൈഡും പ്രൈമറി അമീനും റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഷിഫ്റ്റ്സ് ബേസ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അടുത്ത റിയാക്ഷൻ നമുക്ക് നോക്കാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ് കാർബൈലമീൻ റിയാക്ഷൻ എന്ന് പറയും. കാർബൈലമീൻ റിയാക്ഷൻ. കാർബൈലമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റ്. കാർബൈലമീൻ റിയാക്ഷൻ ഓർ ഐസോസയനൈഡ് ടെസ്റ്റ്. എന്താണ് കാർബൈലമീൻ റിയാക്ഷൻ നോക്കാം. നോക്ക്, നമ്മളൊരു പ്രൈമറി അമീൻ എടുക്കാം. കാർബൈലമീൻ റിയാക്ഷൻ ആരോമാറ്റിക് പ്രൈമറി അമീൻ്റെ കേസിലും ആലിഫാറ്റിക് പ്രൈമറി അമീൻ്റെ കേസിലും സംഭവിക്കും. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ക്ലോറോഫോം. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CHCl3. ക്ലോറോഫോം ആൻഡ് ആൽക്കലി. ക്ലോറോഫോം ആൻഡ് ആൽക്കലി. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? ഒരു ആൽക്കലിക്ക് എക്സാമ്പിളാണ്. ശ്രദ്ധിക്കുക, ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ 3 പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടാവണം പ്രോഡക്റ്റ് ആയിട്ട്. സോ വി ആർ ഗിവിങ് 3 KOH. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കലി. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ 3 Kയും 3 Clഉം കൂടെ എന്തുണ്ടാവും? 3 KCl ഉണ്ടാവും. 3 KCl. പിന്നെ ഇവിടെ എന്തുണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രജനോ 3ഉം 1ഉം 4. ഇപ്പോഴത്തെ 2 കൊടുത്ത് 6. അപ്പോൾ 6 ഹൈഡ്രജനും 3 ഓക്സിജനും ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? 3H2O. 3H2O പ്ലസ് ഇനി ആരാ ബാക്കിയുള്ളത്? CH3N. ഈ സിയും ബാക്കിയുണ്ട്. CH3NC. CH3NC. NC എന്നുള്ള ഫോം വന്നാൽ നമ്മൾ എന്താ പറയുക? ഐസോസയനൈഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഐസോസയനൈഡ് അല്ലെങ്കിൽ കാർബൈലമീൻ ഉണ്ടാകുന്ന ഈ റിയാക്ഷനെയാണ് കാർബൈലമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റ് എന്നൊക്കെ വിളിക്കുക. അപ്പോൾ എന്താണ് കാർബൈലമീൻ റിയാക്ഷൻ? പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കലി ടു ഗെറ്റ് ഐസോസയനൈഡ് ആസ് ദി പ്രോഡക്റ്റ്. ഐസോസയനൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ദിസ് റിയാക്ഷൻ ഈസ് കാർബൈലമീൻ റിയാക്ഷൻ. ഇതേ സംഭവം ആരോമാറ്റിക് പ്രൈമറി അമീനായ അനിലിനും സംഭവിക്കും. എങ്ങനെയാ? NH2 anilin react with the same chloroform plus 3 KOH gives 3 KCl plus 3H2O plus ബാക്കി ഇവിടെ എന്താണ്ടാവുക? NC. കേട്ടോ. അപ്പോൾ ഇത് ആരോമാറ്റിക് ആയാലും ആലിഫാറ്റിക് ആയാലും പ്രൈമറി ആരോമാറ്റിക് അമീനിനെ ക്ലോറോഫോമും ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഐസോസയനൈഡ് കിട്ടുന്ന റിയാക്ഷനെയാണ് നമ്മൾ
കാർബൈലമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ ഉള്ളത് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയും. റിയാക്ഷൻ വിത്ത് അറൈൽ സൾഫോണൈൽ ക്ലോറൈഡ്. റിയാക്ഷൻ വിത്ത് അറൈൽ സൾഫോണൈൽ ക്ലോറൈഡ്. റിയാക്ഷൻ വിത്ത് അറൈൽ സൾഫോണൈൽ ക്ലോറൈഡ്. ശ്രദ്ധിക്കുക, അറൈൽ സൾഫോണൈൽ ക്ലോറൈഡിന് എക്സാമ്പിളാണ് നമ്മൾ C6H5SO2Cl. C6H5SO2Cl എന്ന് പറഞ്ഞാൽ ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണ്. അതിൻ്റെ യഥാർത്ഥ പേരെന്തായിരിക്കും? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. അറൈൽ സൾഫോണൈൽ ക്ലോറൈഡിന് എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് C6H5SO2Cl, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഹിൻസ്ബർഗ് റിയേജൻ്റാണ്. ഇതിന് പറയുന്ന പേര് ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്നാണ് ആ കോമ്പൗണ്ടിനെ വിളിക്കുക. ഹിൻസ്ബർഗ് റിയേജൻ്റ്. ഈ ഹിൻസ്ബർഗ് റിയേജൻ്റ് വെച്ച് നടത്തുന്ന ടെസ്റ്റിനെയാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് വിളിക്കും. ഈ ഹിൻസ്ബർഗ് ടെസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകൾ വേർതിരിക്കാനുള്ള ടെസ്റ്റാണ് എന്ത്? ഹിൻസ്ബർഗ് ടെസ്റ്റ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകൾ വേർതിരിക്കാനുള്ള ടെസ്റ്റാണ് എന്ത്? ഹിൻസ്ബർഗ് ടെസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹിൻസ്ബർഗ് ടെസ്റ്റ് നടത്തുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ ആദ്യം ഒരു പ്രൈമറി അമീൻ എടുക്കാം. പ്രൈമറി അമീൻ സപ്പോസ് CH3NH2 പ്രൈമറി അമീൻ. നമ്മൾ ഈ പ്രൈമറി അമീൻ റിയാക്ഷൻ നടക്കുന്നത്, നമുക്ക് ഈഥൈൽ അമീൻ എടുക്കാം. ഈഥൈൽ അമീൻ എടുക്കാം. C2H5NH2. മീഥൈൽ എടുത്താൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടെ സൗകര്യത്തിന് വേണ്ടി ഇത് എടുത്തു എന്നേ ഉള്ളൂ. പ്രൈമറി അമീൻ റിയാക്ഷൻ ഓർ റിയാക്ടിങ് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് C6H5SO2Cl. ഹിൻസ്ബർഗ് റിയേജൻ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കാം. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിലത്തെ Clഉം അമീനിലെ ഒരു ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്യും. Clഉം ഒരു ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ഷൻ നടന്നാൽ എന്താ ഉണ്ടാവുക? അവിടുന്ന് ഒരു HCl പോകും അല്ലെ? Clഉം ഇവിടുത്തെ Hഉം കൂടെ കൂടിയിട്ട് HCl അവിടെ നിന്ന് പോകും. HCl പോയാൽ ബാക്കി പ്രോഡക്റ്റ് ഏതാ? C2H5NH. പിന്നെ ഇവിടെ ആരുണ്ടാവും? C6H5SO2 ഉണ്ടാവും. നമ്മളത് എഴുതുമ്പോൾ SO2C6H5 എന്ന് എഴുതണം കേട്ടോ. ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ ഈ ലെവലിലേക്ക് എഴുതണം. അപ്പോൾ C2H5NHSO2C6H5 ഇങ്ങനത്തെ ഒരു ആസിഡാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഈ ആസിഡിന് നമ്മൾ KOH ആയിട്ട് റിയാക്ട് ചെയ്യാം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ OHഉം അമോണിയയിലെ Hഉം കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും? H2O. ഈ OHഉം അമോണിയയുടെ Hഉം കൂടെ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. ബാക്കി ഏതാ പ്രോഡക്റ്റ്? H പോയ സ്ഥലത്തേക്ക് K കയറി വരും. അപ്പോൾ C2H5NK കേട്ടോ. K പ്ലസ് ആയിട്ടാണ് വരിക. അപ്പോൾ N മൈനസ് SO2C6H5. SO2C6H5. ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത വിച്ച് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. കാരണം ഇവിടെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ദിസ് പ്രോഡക്റ്റ് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. അതായത് പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഫോം N-ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ്. അതിൻ്റെ പേരെന്താണ്? N-ആൽക്കൈൽ. ഇവിടെ ഇപ്പം ഞാൻ ഈഥൈലെടുത്തു, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. N-ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ്. ബെൻസീൻ സൾഫോണമൈഡ് വിച്ച് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. N-ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് വിച്ച് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. അതായത് പ്രൈമറി അമീൻ
react with Hinsberg reagent to give N-alkyl benzene sulfonamide which is soluble in alkali. ഇനി നമുക്ക് സെക്കൻഡറി അമീനിനെ ഇവരുമായിട്ടൊന്ന് റിയാക്ഷൻ നടത്തി നോക്കാം. സെക്കൻഡറി അമീൻ ഇവിടെ ആദ്യം എഴുതുകയാണ്. സെക്കൻഡറി അമീൻ എന്ന് പറയുമ്പോൾ C2H5 twice NH റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് C6H5SO2Cl. റിയാക്ഷൻ നടന്ന് Clഉം Hഉം കൂടെ എന്തുണ്ടാവും? HCl പോവും. ബാക്കി പ്രോഡക്റ്റ് ഏതാ? C2H5 twice N, പിന്നെ ഇവിടെ SO2 C6H5 SO2 C6H5. ഇനി ഇതൊരു ആസിഡാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം? KOHുമായിട്ട് റിയാക്ട് ചെയ്യാം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടന്നാൽ നോക്ക്, ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടോ? ഇവിടെ H ഉണ്ടോ? ഇല്ല. വാട്ടർ ഉണ്ടാക്കാൻ H2O ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൈഡ്രജൻ ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇതിനെന്താ പറയുക? 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് എന്ന് പറയും. NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് which is insoluble in alkali. അത് പ്രൈമറി അമീന ഹിൻസ്ബർഗ് റിയാജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് N ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് വിച്ച് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. കാരണം അവിടെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ഇവിടെ സെക്കൻഡറി അമീൻ ആയപ്പോഴോ വി ഗെറ്റ് NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് വിച്ച് ഈസ് ഇൻസോലുബിൾ ഇൻ ആൽക്കലി. ടെർഷറി അമീൻ നോക്കാം. C2H5 thrice N plus C6H5 SO2Cl. നോക്ക്, Clയുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. സോ നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അതുകൊണ്ട് ടെർഷറി അമീൻ ആണെങ്കിൽ ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് കൂടിച്ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കണില്ല. മനസ്സിലാക്കേണ്ട എത്രയാണ്? പ്രൈമറി അമീൻ ഹിൻസ്ബർഗ് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ N ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് തരുന്നു വിച്ച് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ഗിവ്സ് NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് വിച്ച് ഈസ് ഇൻസോലുബിൾ ഇൻ ആൽക്കലി. ടെർഷറി അമീൻ ഡു നോട്ട് അണ്ടർഗോ ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹിൻസ്ബർഗ് ടെസ്റ്റ് ഉപയോഗിച്ച് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകൾ വേർതിരിക്കുന്നത് ഈ രൂപത്തിലാണ്. നമ്മൾ അടുത്ത റിയാക്ഷൻ നടത്തുന്നത് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. നോക്ക്, നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? HNO2. HNO3 ആണെങ്കിൽ നൈട്രിക് ആസിഡ്, ഇറ്റ് ഈസ് HNO2 നൈട്രസ് ആസിഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ നൈട്രസ് ആസിഡ് ഉണ്ടാക്കുക? നൈട്രസ് ആസിഡ് നമ്മൾ ഉണ്ടാക്കുന്നത് സോഡിയം നൈട്രൈറ്റിനെ HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യും. NaNO2 ബാർ HCl. എന്നിട്ട് NAയും Clഉം കൂടെ എന്തുണ്ടാവും? NaCl, സോഡിയം ക്ലോറൈഡ് സാൾട്ട് ഉണ്ടാവും. ബാക്കി ആരാണ്? HNO2 നൈട്രസ് ആസിഡ്. അപ്പോൾ സോഡിയം നൈട്രേറ്റും HCl-ഉം കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് പ്ലസ് നൈട്രസ് ആസിഡ്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ആലിഫാറ്റിക് പ്രൈമറി അമീനിനെ നമ്മൾ എന്ത് ചെയ്യാം? നൈട്രസ് ആസിഡുമായിട്ടൊന്ന് റിയാക്ഷൻ നടത്തി നോക്കാം. ഒരു ആലിഫാറ്റിക് പ്രൈമറി അമീൻ ദാറ്റ് ഈസ് C2H5NH2 റിയാക്ട് വിത്ത് HNO2 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? NO2-നെ നമ്മൾ ONO എന്ന് എഴുതാം. HNO2
HNO2 റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നാൽ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. എന്നും എന്നും കൂടെ കൂടിയിട്ട് നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാവും. എന്നും കൂടെ എന്തുണ്ടാവും? നൈട്രജൻ മോളിക്യൂൾ. ഈ H2 ഈ ഓയും കൂടെ കൂടിയിട്ട് വാട്ടർ മോളിക്യൂൾ H2O. H2Oയും കൂടെ കൂടിയിട്ട് വാട്ടർ മോളിക്യൂൾ. പിന്നെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? OH ബാക്കിയുണ്ട് അല്ലേ? ഈ OH നേരെ ഇതിനോട് കൂടെ വരും. അപ്പം നമുക്ക് എന്താ കിട്ടുക? C2H5OH എത്തനോൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. C2H5OH അതായത് എത്തനോൾ നമുക്ക് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നാൽ നമുക്ക് എന്താണ് കിട്ടുക? എത്തനോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. പ്രൈമറി ആലിഫാറ്റിക് അമീൻ ട്രീറ്റഡ് വിത്ത് നൈട്രസ് ആസിഡ് വി ഗെറ്റ് ആൽക്കഹോൾ ആസ് ദി പ്രോഡക്റ്റ്. അതേസമയം ഇപ്പം നമ്മൾ അനിലിൻ, അരോമാറ്റിക് അമീൻ അനിലിൻ, ഈ അമീനിന് ആരോമാറ്റിക് അമീൻ അല്ലെങ്കിൽ അനിലിന് നമ്മൾ ഇതേപോലെ HNO2 റിയാക്ട് ചെയ്യാം. നൈട്രസ് ആസിഡ് അതായത് ഇങ്ങനെ കാണിച്ചാലും മതി. NaNO2 ബാർ HCl. അവിടെ നെറ്റ് എഫക്റ്റ് ഉള്ളതായിരിക്കാണ്. നൈട്രസ് ആസിഡിൻ്റെ എഫക്റ്റ് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് N2Cl എന്നാണ് ഇവിടെ വരിക. N2Cl ശ്രദ്ധിക്കണം. ഇവിടെ ഈ പ്രോഡക്റ്റ് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാം. N2Cl ഇപ്പം നൈട്രജൻ ആണ് ഈ ബോണ്ടിലേക്ക് കാണിക്കേണ്ടത്. N2Cl ഇതിൻ്റെ പേരെന്താ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്നാണ് വിളിക്കുക. നമ്മൾ സാൻമേർ റിയാക്ഷനൊക്കെ പറഞ്ഞ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ബെൻസീൻ ഡയസോണിയം, നൈട്രജനെയാണ് അസോ ഗ്രൂപ്പ് എന്ന് പറയുക. 2 നൈട്രജൻ, അപ്പോൾ ഡയസോണിയം ക്ലോറൈഡ്. Cl- ഉണ്ട്, N2 പ്ലസ് ഉണ്ടാവും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. അതായത് അറീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ് ഉണ്ടാവുക. ഈ റിയാക്ഷൻ്റെ പേര് ഡയസട്ടൈസേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ പേരെന്താണ്? ആ പ്രോസസ്സിൻ്റെ പേരാണ് ഡയസട്ടൈസേഷൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആലിഫാറ്റിക് അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നപ്പോൾ ആൽക്കഹോൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. അരോമാറ്റിക് അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നപ്പോൾ നമുക്ക് എന്താ കിട്ടി? അറീൻ ഡയസോണിയം സാൾട്ട്. ഇപ്പോൾ ഇവിടെ നമ്മളെടുത്തതിനനുസരിച്ച് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടി. ഈ റിയാക്ഷൻ്റെ പേരെന്താണ്? ഡയസട്ടൈസേഷൻ എന്നാണ് റിയാക്ഷനെ പറയാം. Above 5 degrees Celsius ഇറ്റ് ഡീകമ്പോസസ് ടു ഗീവ് ഫിനോൾ. ഇതിനെ നമ്മൾ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്തായിട്ട് മാറും? ഫിനോളായിട്ട് മാറും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ എന്തായിട്ട് മാറാം? ഫിനോളായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രൈമറി അമീൻ്റെ കേസും അതേപോലെ ആരോമാറ്റിക് അമീൻ്റെ കേസൊക്കെ പഠിച്ചു. ഇനി സെക്കൻഡറി ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് അമീനുകൾ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നാൽ എന്താണ് പ്രോഡക്റ്റ് കിട്ടുക എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെക്കൻഡറി നമുക്കൊരു സെക്കൻഡറി അമീൻ നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുകയാണ്. സെക്കൻഡറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ C2H5 ട്വൈസ് NH അല്ലേ? NH ഉള്ളതാണെന്ത്? സെക്കൻഡറി അമീൻ. ഇതിന് നമ്മൾ റിയാക്ഷൻ നടക്കുന്നത് ആരായിട്ടാണ്? HNO2. അപ്പോൾ ഞാൻ സിംപ്ലിസിറ്റി പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി HNO2 ഇതന്നെയല്ലേ? HNO2. അങ്ങനെ റിയാക്ഷൻ നടക്കുക. ഇങ്ങനെ റിയാക്ഷൻ നടന്നു. ഇതെന്താണ്? സെക്കൻഡറി അമീനാണ്. ഇത് HNO2 എന്ന് പറഞ്ഞാൽ നൈട്രസ് ആസിഡാണ്. റിയാക്ഷൻ നടന്നാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ NO എന്നുള്ളത് ആരെ കൂടെ വരും? Nൻ്റെ കൂടെ വരും. NO ആരെ കൂടെ വരും? Nൻ്റെ കൂടെ വരും.
OHും Hഉം കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും? H2O ഉണ്ടാവും അല്ലേ? Hഉം OHും കൂടെ കൂടിയിട്ട് H2O ഉണ്ടാവും. അപ്പം നമ്മളെ പ്രോഡക്റ്റ് ഏതാ? C2H5 twice NNO പ്ലസ് പിന്നെ ആരുള്ളത്? H2O. C2H5 twice NNO പ്ലസ് H2O. ഈ പ്രോഡക്റ്റിൻ്റെ പേര് N നൈട്രസോ ഡൈ ഈഥൈൽ അമീൻ. N നൈട്രോസോ, ഇതെങ്ങനെ വരുമ്പോഴാണ് നൈട്രോസോ ഡൈ ഈഥൈൽ എന്നിലേക്കാണ് നൈട്രോസോ വരുന്നത്. N നൈട്രസോ ഡൈ ഈഥൈൽ അമീൻ. അത് ശ്രദ്ധിക്കുക, സെക്കൻഡറി അമീന് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? N നൈട്രസോ ഡൈ ആൽക്കൈൽ അമീന് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ടെർഷറി ആലിഫാറ്റിക് അമീനോ? ടെർഷറി ആലിഫാറ്റിക് അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നൈട്രൈറ്റ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. നൈട്രൈറ്റ്. ടെർഷറി ആരോമാറ്റിക് അമീൻ ആണെങ്കിൽ അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. ടെർഷറി ആലിഫാറ്റിക് അമീൻ ആൽക്കൈൽ ഗ്രൂപ്പ് വെച്ചിട്ടുള്ള അമീൻ ആണെങ്കിൽ നമുക്ക് നൈട്രൈറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് C2H5 thrice N ടെർഷറി അമീൻ. ടെർഷറി അമീൻ ആരായിട്ട് റിയാക്ഷൻ നടക്കുന്നത്? HNO2 നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുകയാണ്. കിട്ടുന്ന പ്രോഡക്റ്റ് ഇവിടെ NO2 മൈനസും ഇത് H+ ആയിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്താ കിട്ടുക? C2H5 thrice NH plus NO2 മൈനസ്. C2H5 thrice NH plus NO2 മൈനസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നൈട്രൈറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. നൈട്രൈറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി ആലിഫാറ്റിക് അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ആൽക്കഹോൾ. സെക്കൻഡറി ആലിഫാറ്റിക് അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ N നൈട്രസോ ഡൈ ആൽക്കൈൽ അമീൻ. ടെർഷറി അമീൻ ആണെങ്കിലോ നൈട്രൈറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് കിട്ടുക എന്താണ്? ഒരു നൈട്രൈറ്റ് ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ അനിലിൻ. നമ്മൾ അമീൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ആരോമാറ്റിക് പ്രൈമറി അമീനാണ് അനിലിൻ. അപ്പോൾ അനിലിനിൽ എങ്ങനെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്? നമുക്കറിയാം അനിലിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബെൻസീൻ റിങ്ങിനോട് കൂടെ NH2 എന്ന് വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുക? അനിലിൻ എന്ന് വിളിക്കുക അല്ലേ? അനിലിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇത് ബെൻസീനിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം NH2 വന്നാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അനിലിൻ എന്ന് പറയാം. ഈ NH2 ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് സ്ട്രോങ്ലി ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. NH2 ഗ്രൂപ്പ് എന്താണ്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നാൽ ഇലക്ട്രോഫൈലുകൾ വേഗം ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലേക്കും എന്ത് ചെയ്യും? NH2 ഗ്രൂപ്പ് പറഞ്ഞയക്കുന്നു. NH2 ഗ്രൂപ്പ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. കേട്ടോ, ശ്രദ്ധിക്കണം. NH2 ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ ഫസ്റ്റ് വണ്ണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനായിട്ട് ഞാൻ എടുക്കുന്നത് ബ്രോമിനേഷനെയാണ്. ബ്രോമിനേഷൻ. ഫസ്റ്റ് വൺ ഈസ് ബ്രോമിനേഷൻ. നമ്മൾ അനിലിനെയാണ് നമ്മൾ ബ്രോമിനേഷൻ നടത്തുക. സോ ഫസ്റ്റ് ഞാൻ അനിലിൻ എടുത്തു. NH2 അനിലിൻ. ഇതിന് നമ്മൾ ബ്രോമിനേഷൻ നടത്തുകയാണ്. ഇവിടെ ബ്രോമിനേഷൻ നടത്തുന്നത് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്തിട്ടാണ്. എന്ത് ചെയ്യുന്നത്? ബ്രോമിനേഷൻ നടത്തുന്നത്. ബ്രോമിൻ വാട്ടർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബ്രോമിൻ അക്വസ് എന്നെഴുതാം. AQ അല്ലെ? ബ്രോമിൻ വാട്ടർ.
അങ്ങനെ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്തിട്ട് ബ്രോമിനേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാം. +3Br2 കിട്ടുന്ന മെയിൻ പ്രോഡക്റ്റ് നമുക്ക് ബ്രോമിനെ അനിലിൻ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുക? ഓർത്തോ പാരാ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഇതാണ്. ഇവിടെ ഒരു ബ്രോമിൻ, പാരാ പൊസിഷനിലൊരു ബ്രോമിൻ, ഈ ഓർത്തോ പൊസിഷനിലും ഒരു ബ്രോമിൻ, പ്ലസ് ബാക്കി ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആരുണ്ടാവും? HBr ഉണ്ടാവും അല്ലെ? എത്ര HBr? ഇപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് Br വന്നത്. ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് Br വന്നു. ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടും Br വന്നു. അപ്പോൾ 3 ഹൈഡ്രജൻ ഉണ്ട്, ബാക്കി 3 Br കൂടെ 3HBr. അപ്പോൾ നമുക്ക് അനിലിൻ ബ്രോമിനേഷൻ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഏതാ? നമുക്ക് NH2 എന്നുള്ളത് നമ്പർ 1. അപ്പോൾ ഇത് 2, 3, 4, 5, 6. അപ്പോൾ ഏതാ പ്രോഡക്റ്റ്? 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. ഏതാണ് പ്രോഡക്റ്റ്? 2, 4, 6. ഇതിൻ്റെ പേരാണ് 2, 4, 6. 3 ബ്രോമിൻ ഉണ്ട്, സോ ട്രൈബ്രോമോ. 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അനിലിൻ ബ്രോമിനേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. അപ്പോൾ നമുക്ക് ഇപ്പം ഈ അനിലിൽ തന്നെ 3 സബ്സ്റ്റിറ്റ്വൻ്റ് വന്നിട്ടുണ്ട്. 3 ബ്രോമിൻ ആണെങ്കിൽ കൂടെ 3 സബ്സ്റ്റിറ്റ്വൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ NH2 ഗ്രൂപ്പ് അല്ലേ, ഇവിടുത്തെ NH2 ഗ്രൂപ്പ് ഇതാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്, സ്ട്രോങ്ലി ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ NH2 ഗ്രൂപ്പിന് ആദ്യം നമ്മളൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്, ഇൻ ഓർഡർ ടു പ്രിപ്പയർ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ, the NH2 group is first protected by acetylation. NH2 ഗ്രൂപ്പിന് നമ്മൾ അസറ്റൈലേഷൻ നടത്താം, എന്നിട്ടാണ് ക്യാരി ഔട്ട് ദ ഡിസൈർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ NH2 ഗ്രൂപ്പിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അസറ്റൈലേഷൻ നടത്തും. അപ്പോൾ അസറ്റൈലേഷൻ നടത്തിയിട്ട് നമുക്ക് ഏതാണോ പിന്നെ പ്രോഡക്റ്റ് വേണ്ടത് ആ രൂപത്തിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് അസറ്റൈലേഷൻ നടത്തുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ അനിലിന് അസറ്റൈലേഷൻ നടത്തണം. നോക്കൂ, അനിലിൻ അസറ്റൈലേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിക് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. CH3CO twice O, ഇതാണ് അസറ്റിക് അൺഹൈഡ്രൈഡ്. അസറ്റിക് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ഷൻ നടന്നാൽ എന്താണ് കിട്ടുക? ശ്രദ്ധിക്കേണ്ടത്, CH3CO twice O എങ്ങനെ ഉണ്ടായതാ? CH3COOH പ്ലസ് CH3COOH, അസറ്റിക് ആസിഡും അസറ്റിക് ആസിഡും, അതിൻ്റെ 2 അസറ്റിക് ആസിഡ് ചേർക്കാം. അതിന് ഒരു H2O റിമൂവ് ചെയ്യാം, ഒരു വാട്ടർ മോളിക്യൂൾ പോവാം. അപ്പോഴാണ് എന്തുണ്ടാവുക? CH3CO twice O. അപ്പോൾ ഇനി നമ്മൾ അസറ്റൈലേഷൻ നടത്തിയാൽ ആദ്യം ഉണ്ടാവുന്നത് ഇതിലത്തെ CH3COO ഈ ഒരു എച്ചും കൂടെ കൂടിയിട്ട് അസറ്റിക് ആസിഡ് അവിടെ നിന്ന് പോകും. എന്താ പോവുക? CH3CO പുറത്തത്തെ O, ഇതിലത്തെ ഒരു എച്ച്. അങ്ങനെ എന്ത് ചെയ്യും? അസറ്റിക് ആസിഡ് അവിടെ നിന്ന് പോയി. അസറ്റിക് ആസിഡ് പോയാൽ പിന്നെ അവിടെ ആരാ ബാക്കിയുള്ളത്? ഇവിടെ NH ബാക്കിയുണ്ടാവും, ഇവിടെ ഒരു CH3CO ബാക്കിയുണ്ടാവും അല്ലേ? ബാക്കിയുള്ളത് എന്ത് ചെയ്തു? CH3COOH ആയിട്ട് പോയിട്ടുണ്ട്. ബാക്കി ഇവിടെ NH CO CH3. നമുക്ക് ആ പ്രോഡക്റ്റ് എഴുതി നോക്കാം. NH CO CH3, NHCO CH3. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ NHCO CH3 എന്നുള്ളത് NH2വിനേക്കാളും ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്.
അതുകൊണ്ട് ഒറ്റയടിക്ക് ആ 246 എന്നൊക്കെ പറയും പോലെ ഒരുപാട് സ്ഥലത്ത് സബ്സ്റ്റിറ്റ്വൻ്റ് വരാനൊന്നും ഇവർക്ക് കഴിയില്ല. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസറ്റൈലേഷൻ നടത്തിയത്. ഇനി നമ്മൾ ചെയ്യണത് നമുക്ക് ബ്രോമിനേഷൻ നടത്താം. ബ്രോമിനേഷൻ നടത്താം. അതായത് ഇതിന് നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്തു. ഇപ്പം ഇവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? ആദ്യം CH3COO ഇതിലത്തെ ഒരു എച്ചും കൂടെ അസറ്റിക് ആസിഡ് പോയിട്ടുണ്ട്. നമ്മളിവിടെ കാണിക്കും CH3COOH. ബ്രോമിനേഷൻ നടത്തി. ബ്രോമിനേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുക ഈ ബ്രോമിൻ എന്ത് ചെയ്യും? പാരാ പൊസിഷനിലേക്ക് നേരിട്ടൊരു ബ്രോമിൻ അങ്ങോട്ട് വരും. പാരാ പൊസിഷനിലേക്ക് ബ്രോമിൻ വരാം കേട്ടോ. ഈ കോമ്പൗണ്ടിൽ എന്ത് ചെയ്യും? ബ്രോമിനേഷൻ നടത്തിയാൽ ഒരു ബ്രോമിൻ ഇങ്ങോട്ട് പാരാ പൊസിഷനിലേക്ക് വരും. ഈ പാരാ പൊസിഷനിലേക്ക് വരുന്നതാണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പം എന്താ കിട്ടുക? ബ്രോമിനേഷൻ നടത്തി. ബ്രോമിനേഷൻ നടത്തിയാൽ കിട്ടുന്ന ആ പ്രോഡക്റ്റ് നമുക്ക് ഇപ്പം ഞാൻ ഈ ഭാഗത്ത് നോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മേലെ NHCOCH3 പാരാ പൊസിഷനിലേക്ക് ബ്രോമിൻ വന്നു. പാരാ പൊസിഷനിലേക്ക് എന്ത് ചെയ്തു? ബ്രോമിൻ പ്രോഡക്റ്റായിട്ട് വന്നു. പാരാ പൊസിഷനിലേക്ക് ബ്രോമിൻ വന്നു. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തും. ഈ കിട്ടിയ പ്രോഡക്റ്റിന് വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? H+ഉം OH- അല്ലേ? അത് ആഡ് ചെയ്യുക. ഹൈഡ്രോളിസിസ് നടത്താം. ഹൈഡ്രോളിസിസ് നടത്തിയാലേ CH3COOH ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. CH3CO ഇവിടുത്തെ OHും കൂടെ ഒരു പ്രോഡക്റ്റ്. ഈ H+ എന്ത് ചെയ്യും? ഇവിടേക്ക് വരും. അപ്പോൾ അതെന്തായിട്ട് മാറും? NH2 ആയിട്ട് മാറും. അപ്പോൾ നമ്മളെ ലാസ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെ വരിക? അപ്പോൾ അവിടെ എഴുതിയതിന് ശേഷം ലാസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ മേലെ NH2 താഴെ Br, അതായത് പാരാബ്രോമോ അനിലിൻ എന്നുള്ള അല്ലെങ്കിൽ 4-ബ്രോമോ അനിലിൻ എന്നുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിനെ ഇവിടെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് തൽക്കാലം ഞാൻ ഇവിടേക്ക് എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കണം. നോക്കുക, NHCOCH3 എന്നുള്ള ഈ പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഇവിടെ NH2 ഉണ്ടാവും. പിന്നെ ബ്രോമിൻ പാരാ പൊസിഷനിലാണ്, അതിവിടെ ബ്രോമിൻ പാരാ പൊസിഷനിൽ തന്നെ ഉണ്ടായിരിക്കും. സോ 4-ബ്രോമോ അനിലിൻ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. അത് ശ്രദ്ധിക്കേണ്ടത്, ബ്രോമിനേഷൻ നടത്തുമ്പോൾ നമ്മൾ ആദ്യം ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? 2,4,6 ട്രൈബ്രോമോ അനിലിൻ കിട്ടി. ഇൻ ഓർഡർ ടു പ്രിപ്പയർ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്തു? NH2 ഗ്രൂപ്പിന് അല്ലെങ്കിൽ അനിലിന് നമ്മൾ അസറ്റൈലേഷൻ നടത്തി. അപ്പോൾ നമുക്ക് NH2ന് പകരം NHCOCH3 എന്നുള്ള ഗ്രൂപ്പ് വരും. അത് ലെസ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതിന് നമ്മൾ ബ്രോമിനേഷൻ നടത്തുക. അപ്പോൾ ബ്രോമിൻ പാരാ പൊസിഷനിലേക്ക് വന്നു. ദെൻ നമ്മൾ അതിനെ ഹൈഡ്രോളിസിസ് നടത്തുക. അപ്പോൾ CH3COOH ഉണ്ടായാൽ ബാക്കി ഹൈഡ്രജൻ മേലേക്ക് വരും. അതാണ് ഈ പ്രോഡക്റ്റ് പാരാബ്രോമോ അനിലിൻ ഓർ 4-ബ്രോമോ അനിലിൻ. ഇതാണ് ബ്രോമിനേഷൻ എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ സെക്കൻഡ് വൺ ഈസ് നൈട്രേഷൻ. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൈട്രേറ്റിംഗ് മിക്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അനിലിനെ നമ്മൾ നേരെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടാറി പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യണില്ല? അനിലിൻ നൈട്രേഷൻ നടത്തണില്ല. പകരം അനിലിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ അസറ്റൈലേഷൻ നടത്തും. അസറ്റൈലേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിക് അൺഹൈഡ്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാം. എന്തായിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? അവിടെ ആ NHCOCH3 എന്നുള്ള ഒരു ലെസ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് കിട്ടും. അതിനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നൈട്രേഷൻ നടത്തിയിട്ട് നമുക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നൈട്രേഷൻ നടത്തി നോക്കാം. ആദ്യം നമ്മൾ അനിലിൻ, അസറ്റൈലേഷൻ നടത്തുകയാണ്.
അസറ്റൈലേഷൻ നടത്താൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ CH3CO ട്വൈസ് O ചെയ്യാം, അല്ലെങ്കിൽ CH3COCl അസൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ അത് ചെയ്തതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാണ്, CH3COCl എന്നുള്ളത് എടുക്കാം. CH3COCl അസൈൽ ക്ലോറൈഡ്. റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിലത്തെ ഒരു ഹൈഡ്രജനും ഈ Clഉം കൂടെ എന്താവും, HCl ഉണ്ടാവും. ഇതിലത്തെ ഒരു ഹൈഡ്രജനും Clഉം കൂടെ HCl അവിടെ നിന്ന് പോയി. പിന്നെ ബാക്കി ആരുള്ളത്, ഇവിടെ NH ഉണ്ട്, ഇവിടെ COCH3 ഉണ്ട്. NHCOCH3 NHCOCH3. നമുക്കറിയാം NHCOCH3 എന്നുള്ളത് എന്താണ്, ഒരു ലെസ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇനി ഇതിന് നമ്മൾ നേരെ എന്ത് ചെയ്യാം, നൈട്രേഷൻ നടത്താം. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടത്തുക. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഇത് രണ്ടും കൂടിയ മിക്സ്ചറിനെയാണ് നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ റിയാക്ഷൻ നടത്തുക. നൈട്രേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് നൈട്രോ NO2 എന്നുള്ള ഇലക്ട്രോഫൈലാണ്. അപ്പോൾ രണ്ട് പ്രോഡക്റ്റാണ് അവിടെ ഉണ്ടായിരിക്കുക. ഒന്ന് നമ്മളെ NHCOCH3 അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ NO2. രണ്ടാമത്തത് NHCOCH3 അതിൻ്റെ പാരാ പൊസിഷനിൽ NO2. അങ്ങനെ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവും. ഓർത്തോ നൈട്രോ കോമ്പൗണ്ട് ഉണ്ടാവും, പാരാ നൈട്രോ കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പം നമുക്ക് കിട്ടിയത് അനിലിൻ്റെ ഡെറിവേറ്റീവ് അല്ല ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, NHCOCH3 എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, NHCOCH3 NH2 ആക്കാൻ നമ്മൾ എന്താ ചെയ്തത്, ഹൈഡ്രോളിസിസ് നടത്താം. ഹൈഡ്രോളിസിസ് നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ആസിഡുമായിട്ട് റിയാക്ഷൻ നടത്താം. ഇപ്പം HCl-ഉമായിട്ട് റിയാക്ഷൻ നടന്നു വിചാരിക്കുക, ആസിഡിഫിക്കേഷൻ നടത്താം. HCl-ഉമായിട്ട് റിയാക്ഷൻ നടന്നു അല്ലെങ്കിൽ H+ എന്ന് കൊടുക്കുക. HCl-ഉമായിട്ട് റിയാക്ഷൻ നടന്നാൽ എന്താ ഉണ്ടാവുക, CH3CO ഇതിൻ്റെ ഒപ്പം Cl ഉണ്ടാവില്ലേ, HCl ആണെങ്കിൽ ഒരു Cl ഉണ്ടാവും. അപ്പോൾ CH3COCl ഈ ആഡ് ചെയ്ത സാധനം എന്ത് ചെയ്തു, അവിടെ നമുക്ക് അവസാനം റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ H+ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ NHCOCH3 എന്തായിട്ട് മാറും, NH2 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രോഡക്റ്റ് കിട്ടുക, ഇവിടെ NH2 നൈട്രോ അല്ലെ, NH2 നൈട്രോ. ഇതിൻ്റെ പേരെന്താ, ഓർത്തോ നൈട്രോ അനിലിൻ. പ്ലസ് അടുത്ത പ്രോഡക്റ്റ് NH2 നൈട്രോ, ഇവിടെ താഴെയാണ്, താഴെ NO2. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും, പാരാനൈട്രോ അനിലിൻ. ഓർത്തോ നൈട്രോ അനിലിനും പാരാനൈട്രോ അനിലുമാണ് എന്ത് ചെയ്യുക, പ്രോഡക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അനിലിൻ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഓർത്തോ നൈട്രോ അനിലിൻ ആൻഡ് പാരാനൈട്രോ അനിലിൻ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അനിലിനെ നമ്മൾ ആദ്യം അസറ്റൈലേഷൻ നടത്തണം. അസറ്റൈലേഷൻ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നൈട്രേറ്റിംഗ് മിക്സറുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബെൻസീൻ്റെ മേലെ NHCOCH3 എന്നുള്ള ഒരു ലെസ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ NO2, മറ്റൊരു കോമ്പൗണ്ടിൽ പാരാ പൊസിഷനിൽ NO2 കിട്ടും. നമ്മളതിന് അസിഡിഫിക്കേഷൻ നടത്തുക. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച CH3COCl അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഓർത്തോ നൈട്രോ അനിലിൻ ആൻഡ് പാരാനൈട്രോ അനിലിൻ. പാരാനൈട്രോ അനിലിൻ ഈസ് ദ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ നമ്മൾ മൂന്നാമത്തെ റിയാക്ഷൻ നോക്കാം, സൾഫോണേഷൻ. ഫസ്റ്റ് വൺ നമ്മൾ ബ്രോമിനേഷൻ പഠിച്ചു, ദെൻ നൈട്രേഷൻ പഠിച്ചു, അടുത്തത് സൾഫോണേഷൻ.
സൾഫോണേഷൻ. എന്താ സൾഫോണേഷൻ എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതിനെയാണ് സൾഫോണേഷൻ എന്ന് പറയാം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതാണ് സൾഫോണേഷൻ. അപ്പോൾ നമ്മൾ അനിലിന് നമ്മൾ സൾഫോണേഷൻ നടത്തുകയാണ്. ഇറ്റ് ഈസ് അനിലിൻ NH2 react with fuming sulfuric acid. React with fuming H2SO4 സൾഫ്യൂരിക് ആസിഡ്. ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരൊറ്റ പ്രോഡക്റ്റാണ് കിട്ടുന്നത്. ഹിയർ NH2 പാരാ പൊസിഷനിൽ SO3H. പാരാ പൊസിഷനിൽ എന്തുണ്ട്? SO3H. അതായത് ഇതേതാ കോമ്പൗണ്ട്? SO3H എന്ന് പറയുമ്പോൾ സൾഫോണിക് ആസിഡാണ്. ആ പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇതിൻ്റെ പേര് പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ് അല്ലെങ്കിൽ സൾഫാനിലിക് ആസിഡ് എന്ന് പറയാം. സൾഫാനിലിക് ആസിഡ്. അപ്പോൾ നമ്മൾ അനിലിന് നമ്മൾ സൾഫോണേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് സൾഫാനിലിക് ആസിഡ് കിട്ടും. ഈ സൾഫാനിലിക് ആസിഡിൻ്റെ പ്രത്യേകത, ഇത് അസിഡിക് ഗ്രൂപ്പും ബേസിക് ഗ്രൂപ്പും അടങ്ങിയിട്ടുണ്ട് അല്ലേ? നോക്ക്, SO3H എന്നുള്ള എന്താണ്? സൾഫോണിക് ആസിഡ്, അസിഡിക് ഗ്രൂപ്പാണ്. NH2 എന്നുള്ളതോ ബേസിക്കാണ് അല്ലേ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ കോമ്പൗണ്ടിൽ അസിഡിക് ഗ്രൂപ്പും ബേസിക് ഗ്രൂപ്പും ഉണ്ട് അല്ലേ? സൾഫാനിലിക് ആസിഡ് കണ്ടെയ്ൻ വൺ അസിഡിക് ഗ്രൂപ്പ് SO3H ആൻഡ് വൺ ബേസിക് ഗ്രൂപ്പ് NH2. ഇറ്റ് എക്സിസ്റ്റ് ആസ് ഡൈപോളാർ അയോൺ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡൈപോളാർ അയോൺ ആയിട്ട് കാണിക്കാൻ പറ്റും. എങ്ങനെ ഡൈപോളാർ അയോൺ ആയിട്ട് കാണിക്കാം? ഞാൻ ഈ ബെൻസീനെ എളുപ്പത്തിന് വേണ്ടി ഞാനൊന്ന് ഇങ്ങനെ വരച്ചു. ഇത് SO3H, ഇപ്പുറത്തേക്ക് NH2. ഇനി അക്വസ് സൊല്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും? ഈ ആസിഡ് H+ വിട്ടുകൊടുക്കും. അത് H+ പോയാൽ അവിടെ എന്തായി? SO3-. ആ H+ ഈ NH2 എടുത്തിട്ട് എന്താവും? NH3+ ആയിട്ട് മാറും. അപ്പം നമുക്ക് എന്താ കിട്ടുക? SO3H എന്നുള്ളത് H+ വിട്ടുകൊടുത്ത് SO3- ആയിട്ട് മാറും. SO3-. ഈ H+ ആര് റിസീവ് ചെയ്യും? NH2 റിസീവ് ചെയ്തിട്ട് എന്താവും? NH3+ ആയിട്ട് മാറും. NH3+. അപ്പോൾ SO3- NH3+. ശ്രദ്ധിക്കുക, ഒരു കോമ്പൗണ്ടിൽ അസിഡിക് ഗ്രൂപ്പ് ഒരു ഭാഗത്ത്, ബേസിക് ഗ്രൂപ്പ് ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ പോസിറ്റീവ് എൻഡ് ഒന്ന്, നെഗറ്റീവ് എൻഡ് ഒന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഡൈപോളാർ അയോൺ അല്ലെങ്കിൽ സ്വിറ്റർ അയോൺ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് എന്തിൻ്റെ ഫോമാണ്? സ്വിറ്റർ അയോൺ. സ്വിറ്റർ അയോൺ അല്ലെങ്കിൽ ഡൈപോളാർ അയോൺ. അതായത് സൾഫാനിലിക് ആസിഡ് കണ്ടെയ്ൻ വൺ അസിഡിക് ഗ്രൂപ്പ് SO3H ആൻഡ് വൺ ബേസിക് ഗ്രൂപ്പ് NH2. സോ ഇറ്റ് എക്സിസ്റ്റ് ആസ് എ ഡൈപോളാർ അയോൺ ഓർ സ്വിറ്റർ അയോൺ. ഓക്കെ, ഇനി നമ്മളവിടെ അറിയേണ്ട വേറെ പോയിന്റ്, ദ അമൈഡ് ഓഫ് സൾഫാനിലിക് ആസിഡ്. സൾഫാനിലിക് ആസിഡിൻ്റെ അമൈഡുകൾ, അതിന് നമ്മൾ സൾഫാനിലാമൈഡ് എന്നാണ് പറയാം. സൾഫാനിലാമൈഡ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആർ കോൾഡ് സൾഫാഡ്രഗ്സ് ആൻഡ് ആർ യൂസ്ഡ് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മൾ സൾഫാനിലിക് ആസിഡ് പഠിച്ചു. ഈ സൾഫാനിലിക് ആസിഡിൻ്റെ അമൈഡുകളെ, അത് സൾഫാനിലാമൈഡുകളെ നമ്മൾ പറയുന്ന പേര് സൾഫാഡ്രഗ്സ് എന്നാണ് പറയാം. എന്താ പറയാ? സൾഫാഡ്രഗ്സ്. ആ സൾഫാഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അമൈഡ് ഓഫ് സൾഫാനിലിക് ആസിഡ് ഓർ സൾഫാനിലാമൈഡ്. അതിന് പറഞ്ഞ പേരാണ് സൾഫാഡ്രഗ്സ്. എന്തിനാണ് സൾഫാഡ്രഗ്സ് ഉപയോഗിക്കുക? ബാക്ടീരിയൽ ഇൻഫെക്ഷനെതിരെ ഉപയോഗിക്കേണ്ടതാണെന്ത്? സൾഫാഡ്രഗ്സ്.
സൾഫ ഡ്രഗ്സ് ആർ യൂസ്ഡ് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ആ സൾഫ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ സൾഫോണേഷൻ ശ്രദ്ധിക്കേണ്ടത്, അനിലിൻ സൾഫോണേഷൻ നടത്തിക്കഴിഞ്ഞാൽ സൾഫാനിലിക് ആസിഡ് കിട്ടും. അത് സിറ്റർ അയോണിന്റെ ഫോമിൽ എടുക്കുന്നതാണ്. ദെൻ സൾഫാനിലാമൈഡുകൾ അല്ലെങ്കിൽ അമൈഡ് ഓഫ് സൾഫോണിക് ആസിഡിനെയാണ് നമ്മൾ സൾഫ ഡ്രഗ്സ് എന്ന് പറയാം. സൾഫ ഡ്രഗ്സ് എന്തിനാണ് ഉപയോഗിക്കുക? അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷനെതിരായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? സൾഫ ഡ്രഗ്സ്. ഇനി നമുക്ക് നാലാമത്തെ കേസ് നമ്മൾ എപ്പോഴും പറയാം ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനാണ് അല്ലേ? ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അപ്പോൾ അനിലിൻ്റെ കേസിൽ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്താണ് സംഭവിക്കുക നോക്കാം. നോക്ക്, അനിലിൻ്റെ കേസിൽ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ത് സംഭവിക്കും? അത് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും അസൈലേഷനും ഒക്കെ എന്താണ് സംഭവിക്കുക? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു സാൾട്ട് ഫോർമേഷൻ വിത്ത് AlCl3. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ റിയേജൻ്റ് ആണെന്ത്? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഈ അനിലിൻ എന്ത് ചെയ്യും? അലുമിനിയം ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ സാൾട്ട് ഫോം ചെയ്യും. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അനിലിൻ എന്ത് ഫോം ചെയ്യും? സാൾട്ട് ഫോം ചെയ്യും. ഡ്യൂ ടു ദിസ് നൈട്രജൻ ഓഫ് അനിലിൻ അക്വയർ പോസിറ്റീവ് ചാർജ്. അപ്പോൾ അനിലിനത്തെ നൈട്രജന് പോസിറ്റീവ് ചാർജ് കിട്ടും. ആൻഡ് ഹെൻസ് ആക്ട് ആസ് എ സ്ട്രോങ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഫോർ ഫർദർ റിയാക്ഷൻ. അപ്പോൾ നൈട്രജന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് കൊണ്ട് അത് ഫർദർ റിയാക്ഷൻ അവിടെ പോസിബിൾ അല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയാണ്? അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. വൈ? എന്തുകൊണ്ട് അനിലിൻ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കണില്ല? എന്തുകൊണ്ടാണ്? അനിലിൻ റിയാക്ട് വിത്ത് അലുമിനിയം ക്ലോറൈഡ്, ഇറ്റ് ഈസ് എ റിയേജന്റ് ഇൻ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഇതുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് സാൾട്ട് ഫോം ചെയ്യും. അങ്ങനെ സാൾട്ട് ഫോം ചെയ്താൽ അനിലിനിലെ നൈട്രജന് പോസിറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ പോസിറ്റീവ് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് എന്താണ്? ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ടും ആ ഏരിയ ഡീആക്ടിവേറ്റിംഗ് ആണ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഫർദർ റിയാക്ഷൻ പോസിബിൾ അല്ല. സോ അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അനിലിൻ.